ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുയൻ പനക്കൽ. നമ്മളിന്ന് കേരള സിലബസ് +2 ഹിന്ദി ചാപ്റ്റർ നമ്പർ 1 മാതൃഭൂമിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി നോക്കാൻ പോകുന്നത്. മാതൃഭൂമിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ട് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മാതൃഭൂമി എന്ന കവിതയിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് അതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്: മാതൃഭൂമി കവിത കിസ്കി രചന ഹേ? മാതൃഭൂമി കവിത ആരാണ് രചിച്ചത്? ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ജി. राष्ट्रकवि माने जाने वाले कवि कौन है? श्री मैथिली शरण गुप्त जी. श्री मैथिली शरण गुप्त जी का जन्म कहाँ हुआ? मैथिली शरण गुप्त जी എവിടെയാണ് ജനിച്ചത്? श्री मैथिली शरण गुप्त जी उत्तर प्रदेश के चिरगांव नामक गांव में जन्म हुआ. ഇതൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. ഇനി വലിയ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. कवि ने मातृभूमि का वर्णन किस प्रकार किया है? कवि मातृभूमिയെ കുറിച്ച് ഏത് തരത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്? मातृभूमि के हरित तट पर सुंदर नीलांबर का परिधान है, सूर्य और चंद्र मुकुट है और समुद्र करखनी है, नदियां प्रेम के प्रवाह तथा फूल और तारे आभूषण है, पक्षीगण बंदीजन है और शेषनाग का फन सिंहासन है, बादल मातृभूमि का अभिषेक करते हैं, कवि ने मातृभूमि का वर्णन माता के रूप में किया है, मातृभूमि को उन्होंने ईश्वर की सगुण मूर्ति बताई है. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അതായത് മാതൃഭൂമിയുടെ ഹരിത വസ്ത്രത്തിനു മുകളിൽ നീലാകാശമാകുന്ന സുന്ദര വസ്ത്രങ്ങളുണ്ട്. സൂര്യ ചന്ദ്ര മുകുട് ഹേ और സമുദ്ര കരഖനി ഹേ. സൂര്യനും ചന്ദ്രനും കിരീടവും സമുദ്രം അരഞ്ഞാണവുമാണ്. അതുപോലെ നദിയാം പ്രേമക്കെ പ്രവാഹ തഥാ ഫൂലൗർത്താരെ ആഭൂഷൺ ഹേ. നദികൾ പ്രേമത്തിന്റെ പ്രവാഹവും പുഷ്പങ്ങളും നക്ഷത്രങ്ങളും ആഭരണങ്ങളുമാണ്. പക്ഷിഗണ ബന്ദീജൻ ഹേ और ശേഷനാഗ ക ഫണ സിംഹാസൻ ഹേ. പക്ഷികളെല്ലാം മാതൃഭൂമിയുടെ ഗുണഗണങ്ങൾ പാടി സ്തുതിക്കുന്ന സ്തുതിപാഠകന്മാരും അനന്തന്റെ ഫണം സിംഹാസനവുമാണ്. ബാദൽ മാതൃഭൂമിക്ക് അഭിഷേക കർത്തേ ഹേ. മേഘങ്ങൾ മാതൃഭൂമിയെ അഭിഷേകം ചെയ്യുന്നു, മഴ പെയ്ച്ച്. കവിയെ മാതൃഭൂമി ക വർണ്ണൻ മാതാക്കെ രൂപമേ കിയാ ഹേ. അമ്മ ആയിട്ടാണ് മാതൃഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നത്. മാതൃഭൂമിക്കോ ഉനോനെ ഈശ്വർ കി രണഭൂമി സഗുണമൂർത്തി ബതായി ഹേ. ഈശ്വരന്റെ സഗുണമൂർത്തിയാണ് മാതൃഭൂമി എന്ന് കവി പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാതൃഭൂമി സെ കവി കാ ബച്പൻ കൈസെ ജുഡാ ഹേ? മാതൃഭൂമിയുമായിട്ട് കവിയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. മാതൃഭൂമിക്ക് ധൂൽ മേം ലോട്ട് ലോട്ട് കർ കവി ബഡേ ഹുയേ ഹേ. മാതൃഭൂമിയുടെ പൊടിപടലങ്ങളിൽ കിടന്ന് ഉരുണ്ടു പെരണ്ട് കവി വലുതായി. उस धरती पर घुटनों के बल रेंग कर वे खड़े हो गए. ആ ഭൂമിയിൽ മുട്ടിട്ട് നിരങ്ങിയാണ് കവി എഴുന്നേറ്റു നിന്നത്. രാമരൂപ നിഷ്കളങ്ക് ബാല്യകാൽമേം മാതൃഭൂമിക്ക് ഗോതുമേം ഖേൽക്കർ പരമാനന്ദ കാ അനുഭവ കിയ ധൂൽ കെ ഹീരെ കഹലായി. ഈശ്വരന് തുല്യമായിട്ടുള്ള ബാല്യകാലം ഈ മാതൃഭൂമിയുടെ പൊടിപടലങ്ങൾ പറ്റിച്ച് അവയുടെ മടിയിൽ ആനന്ദിച്ചാണ് അദ്ദേഹം വളർന്നത്. ആ പൊടിപടലങ്ങളെ വൈരക്കല്ലായിട്ടും പറയുന്നുണ്ട്. ഐസി മാതാ തുല്യ മാതൃഭൂമിക്ക് പ്രതി പ്രേമഹോന സ്വാഭാവികേ. ഇത്രയ്ക്ക് സ്നേഹനിധിയായ മാതൃഭൂമിയോട് സ്നേഹമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികം തന്നെ. തെരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗ കവി ഇസ് പ്രകാർ ക്യോം സോച്താ ഹേ. നിനക്ക് പ്രത്യുപകാരമായിട്ട്
എന്തു ചെയ്യാനാണ് സാധിക്കുന്നത്, എങ്ങനെ ചെയ്യാൻ സാധിക്കും, കവി എന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? ജിസ് പ്രകാർ മാം അപ്പന സർവസ്വ ദേക്കർ ബച്ചോം കാ പാലൻ പോഷൻ കർത്തി ഹേ, അമ്മ കുട്ടികളെ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത്, ഉസി പ്രകാർ മാതൃഭൂമി കി ഗോതുമേ ഖേൽ കൂതുക്കർ और उसकी धरती पर रेंगकर हम बड़े हुए हैं, അതേപോലെ മാതൃഭൂമിയുടെ മടിത്തട്ടിൽ കളിച്ചു ചിരിച്ച് തുള്ളിക്കളിച്ചാണ് ഞങ്ങൾ വളർന്നു വലുതായത്. മാതാക്കെ സമാൻ മാതൃഭൂമിക്ക് സേവായും ഭി നിസ്വാർത്ഥഹേ, അമ്മയെ പോലെ മാതൃഭൂമിയുടെ സേവനവും നിസ്വാർത്ഥമാണ്. ഉസ്കെ ത്യാഗ് കാ പ്രത്യുപകാർ കർണ അസംഭവേ, അവരുടെ ത്യാഗത്തിന് പ്രത്യുപകാരം ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. ഇസ്ലിയെ കവി ഐസാ സോച്ചത്തെ ഹേ, അതുകൊണ്ടാണ് കവി ഇപ്രകാരം ചിന്തിക്കുന്നത്. അടുത്ത ചോദ്യം ഒരു ചെറിയ ചോദ്യമാണ്. ധർത്തി കാ പരിധാൻ ക്യാ ഹേ, ഭൂമിയുടെ ഉടുപ്പ് എന്താണ്? നീല രംഗ് കാ ആകാശ് ധർത്തി കാ പരിധാൻ ഹേ, നീല നിറമുള്ള ആകാശമാണ് ഭൂമിയുടെ ഉടുപ്പ്. നദിയോം और फूलों का वर्णन कवि ने किस प्रकार किया है, നദികളെയും പൂക്കളെയും എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? നദിയാം മാതൃഭൂമിക്ക് പ്രതി പ്രേം കി ധാരായം ഹേ, നദികൾ മാതൃഭൂമിയുടെ സ്നേഹപ്രവാഹങ്ങളാണ്. ഫൂൽ और ആകാശ് കെ അസംഖ്യ നക്ഷത്ര ഉസ്കെ അലങ്കാർ ഹേ, പൂക്കളും ആകാശത്തിലെ നക്ഷത്രങ്ങളും അവരുടെ അസംഖ്യം അലങ്കാരങ്ങളാണ്. അസംഖ്യ നക്ഷത്ര ഉസ്കെ അലങ്കാർ ഹേ, അസംഖ്യം നക്ഷത്രങ്ങൾ അവർക്ക് അലങ്കാരവുമാണ്. മാതൃഭൂമിക്ക് ലിയെ കവി ക്യാ കർണ ചാത്തെ ഹേ, മാതൃഭൂമിക്ക് വേണ്ടി കവി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? മാതൃഭൂമിക്ക് ലിയെ കവി അപ്പന സർവസ്വ സമർപ്പിത് കർണ ചാത്തെ ഹേ, മാതൃഭൂമിക്ക് വേണ്ടി കവി തന്റെ എല്ലാം സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ഇനി നമുക്ക് നോക്കേണ്ടത് ആ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള ഒരു ആസ്വാദൻ ടിപ്പണിയാണ്. ഒരു ആസ്വാദന കുറിപ്പ് വേണം. ആസ്വാദന കുറിപ്പും വേണം. ഏതെങ്കിലും വരികൾ തന്നിട്ട് അവയെക്കുറിച്ചുള്ള ഭാവാർത്ഥങ്ങളും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും മാത്രമാണ് മാതൃഭൂമി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.